ഗൾഫ് രാജ്യങ്ങളെ പൂർണ്ണമായി സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ബ്ലോക്കേഡ്, ഇന്റർനെറ്റ് ബ്ലോക്കേഡ്. ഇറാന് പിടിച്ചു നിൽക്കാനുള്ള ഒരു മാർഗം പരമാവധി സമ്മർദ്ദം മറുപക്ഷത്തേക്ക് ചെലുത്തുക. അങ്ങനെയാണ് ഡേറ്റ കേബിളുകളെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെ ആക്രമിക്കാൻ തങ്ങൾ മടിക്കില്ല എന്ന സൂചനയാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ആഗോള ആശയവിനിമയത്തിനുള്ള നട്ടെല്ലായി വർത്തിക്കുന്ന ഫൈബർ ഒപ്റ്റിക് കേബിളുകളുടെ വലിയൊരു ഭാഗം ഹോർമൂസ് കടലിൽ ഉള്ളതിനാൽ സുപ്രധാന ഡിജിറ്റൽ ആർട്ടറിയായും ഹോർമൂസ് കടലിടുക്കിനെ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത വളരെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കടലിനടിയിലെ ഡാറ്റ കേബിളുകൾ ആകസ്മികമോ മനഃപൂർവ്വമോ തകരാറിലാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിരവധി പ്രധാന കേബിളുകൾക്ക് ഒരേ സമയം കേടുപാടുകൾ സംഭവിക്കുന്നത് പേർഷ്യൻ ഗൾഫിലുടനീളം തടസ്സങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് തസ്നീം വാർത്താ ഏജൻസിയും ബുധനാഴ്ച പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കേബിളുകൾ പൊട്ടുകയാണ് എങ്കിൽ അതിന്റെ ആഘാതം മിഡിൽ ഈസ്റ്റിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കില്ലേ? ആഗോള സാമ്പത്തിക ഇടപാടുകളുടെയും കേന്ദ്രബിന്ദുവാണല്ലോ ഈ കേബിളുകൾ. അപ്പോൾ ഇറാൻ ഇതൊരു വജ്രായുധമായി പ്രയോഗിക്കുമോ? ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗത്തിലാണല്ലോ ഇപ്പോൾ നമ്മളെല്ലാം ജീവിക്കുന്നത്. ഗ്ലോബൽ ഇന്റർനെറ്റ് സംവിധാനം, അതായത് ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ, അതിന് കടലിടുക്കുകളിലൂടെയും പലയിടങ്ങളിലൂടെയും കടന്നു പോകേണ്ടതുണ്ട്. സമുദ്രങ്ങളുടെ അടിയിലൂടെ പോകുന്ന കേബിളുകൾ, അതിലൂടെ പാസ് ചെയ്യുന്ന ഡേറ്റയാണ് കണക്ടിവിറ്റിയുടെ പ്രധാന മാർഗം. ഇവിടെ ഏറ്റവും അധികം കോൺസെൻട്രേഷനുള്ള കേബിളുകളുടെ ശൃംഖല അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ പല രാജ്യങ്ങളിലേക്ക് എത്തുന്ന സംവിധാനം, അത് ഹോർമൂസ് കടലിടുക്കിന് അടിയിലൂടെ പേർഷ്യൻ ഗൾഫിന് അടിയിലൂടെ കടലിനടിയിലൂടെ എത്തുന്ന സംവിധാനമാണ്. ആ സംവിധാനം ഡിസ്റപ്റ്റഡ് ആയാൽ, അട്ടിമറിക്കപ്പെട്ടാൽ, വിച്ഛേദിക്കപ്പെട്ടാൽ സംഭവിക്കുക ആ പ്രദേശത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ ആകമാന സ്റ്റെബിലിറ്റിയാണ്. അവിടെ ഇക്കോണമി, ട്രേഡ്, കോമേഴ്സ് എന്നുവേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് കാര്യം, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ഡേറ്റ നെറ്റ്വർക്ക്, ഇതെല്ലാം തന്നെ തകർന്ന് തരിപ്പണമാകും. ഇന്ത്യ അഫക്റ്റഡ് ആകും. ഏറ്റവും അധികം അഫക്റ്റഡ് ആകുന്നത് ഗൾഫ് രാജ്യങ്ങൾ തന്നെയാവും. സൗദിയും UAE-യും ഖത്തറും ബഹ്റൈനും ഉൾപ്പെടെയുള്ള, കുവൈത്തും ഒക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള ഇന്റർനെറ്റ് സേവനങ്ങൾ, മറ്റ് ഡിജിറ്റൽ സേവനങ്ങൾ എല്ലാം തന്നെ വൻതോതിൽ തടസ്സപ്പെടും. ഈ ഇക്കോണമികൾ തന്നെ തകരും. ഇത് നന്നായി അറിയാവുന്നത് ഇറാനാണ്. ഇറാന്റെ ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒന്നുകിൽ ഷട്ട് ഡൗൺ ആണ്, അല്ലെങ്കിൽ തകർന്നിട്ടുണ്ടാവും, പൂർണ്ണമായി സജ്ജമല്ല. ഇത് സജ്ജമാകണമെങ്കിൽ ഇനിയും ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങൾ എടുത്തേക്കാം. വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പിന് ശേഷം മാത്രമേ തകർന്ന കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ ഇറാന് ഉപയോഗിക്കാനാവൂ. അങ്ങനെയെങ്കിൽ ഇറാന് കയറി പിടിക്കാവുന്ന ഏറ്റവും വലിയ ദുർബലമായ പോയിന്റ്, ഗൾഫ് രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, അമേരിക്ക കാര്യമായ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കും, കാരണം അമേരിക്ക ഈ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണെങ്കിൽ പോലും, പക്ഷേ ഗൾഫ് രാജ്യങ്ങളെ പൂർണ്ണമായി സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ബ്ലോക്കേഡ്, ഇന്റർനെറ്റ് ബ്ലോക്കേഡ്. ഒരു നാവിക ഉപരോധം എന്ന് പറയുമ്പോൾ ഉപരിതലത്തിലെ നാവിക ഉപരോധമാണ്. പക്ഷേ കടലിന് അടിയിലേക്ക് ചെന്ന് ഇന്റർനെറ്റ് കേബിളുകൾ കളക്റ്റീവായി വലിയ തോതിൽ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഗതി കൈവിട്ടു പോകും. ഇത് നന്നായി അറിയാം, ഇറാന് നന്നായി അറിയാം, അമേരിക്കയ്ക്കറിയാം. ഗൾഫ് രാജ്യങ്ങൾ ഭയാശങ്കകളോടെ നോക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ അത് സംഭവിച്ചിട്ടില്ല. പക്ഷെ യുദ്ധം അടുത്ത ലെവലിലേക്ക്, പൂർണ്ണ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചാൽ, കരയുദ്ധത്തിലേക്ക് ഉൾപ്പെടെ മൾട്ടിപ്പിൾ ലെവലിലേക്ക്, കര, കടൽ, ആകാശം മൂന്നിടത്തും ഒരുപോലെ യുദ്ധം വ്യാപിച്ചാൽ ഇറാന് പിടിച്ചു നിൽക്കാനുള്ള ഒരു മാർഗം പരമാവധി സമ്മർദ്ദം മറുപക്ഷത്തേക്ക് ചെലുത്തുക. അങ്ങനെയാണ് ഡേറ്റ കേബിളുകളെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെ ആക്രമിക്കാൻ തങ്ങൾ മടിക്കില്ല എന്ന സൂചനയാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ആശങ്കയിലാണ്. ആശങ്ക എന്ന് പറയുന്ന പരിമിതമായ ആക്കായിരിക്കും, അങ്കലാപ്പിലാണ്. ഇങ്ങനെ സംഭവിച്ചാൽ ഇതിന് കാര്യമായ പ്രതിരോധങ്ങളില്ല. എങ്ങനെ പ്രതിരോധം ഒരുക്കാൻ കഴിയും? പേർഷ്യൻ ഗൾഫിൻ്റെ അടിയിലൂടെ വളരെ ദീർഘമായ ഒരു കടലിടുക്കല്ലേ, വീതി കുറവാണ് എങ്കിലും വളരെ ദൈർഘ്യമുള്ള കടലിടുക്കിലൂടെ വലിയ ദൂരത്തിൽ അടിത്തട്ടിലൂടെ പോകുന്ന കേബിൾ ശൃംഖല, അത് പൂർണ്ണമായി അട്ടിമറിക്കാനായില്ല എങ്കിലും അതിൻ്റെ ഒരു ഭാഗമെങ്കിലും ഇറാനെ അട്ടിമറിക്കാൻ ഡിഗപ്പ് ചെയ്ത്, കട്ട് ചെയ്ത്, വിച്ഛേദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഗൾഫ് രാജ്യങ്ങളിൽ, കാരണം എല്ലാം ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങളല്ലേ മിക്ക കാര്യങ്ങളും, ഒന്നും തന്നെ പ്രാകൃതമായ രീതിയിൽ അല്ലല്ലോ ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ എല്ലാം തന്നെ കണക്കുകളെല്ലാം കൈകൊണ്ട് എഴുതി കൂട്ടിയിരുന്നു.
ഇപ്പോൾ മറ്റു കാര്യങ്ങളാണ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ പോലും കത്ത് മുഖേന അല്ലല്ലോ കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ. അത് ടെലിഫോൺ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഇമെയിൽ സംവിധാനങ്ങൾ. അപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, സൈബർ ഇടങ്ങൾ നിശ്ചലമാകും. ഇത് തീർച്ചയായും ലോകത്തിനുണ്ടാക്കാൻ സാധ്യതയുള്ള വിപത്ത് വളരെയാണ്. യൂറോപ്പിനും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് പോലും, ഏഷ്യൻ രാജ്യങ്ങൾക്കും, അമേരിക്കയ്ക്ക്, എന്തിന് അമേരിക്കയ്ക്ക് പോലും കണക്ടിവിറ്റി ഇല്ലാതായി കഴിഞ്ഞാൽ അവരുടെ വാർ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ സാറ്റലൈറ്റ് സപ്പോർട്ട് മതിയാകും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ജീവനാഡിയാണ്. ഒരുപക്ഷെ ഇറാൻ കട്ട് ചെയ്യുമെന്ന ഭീഷണി നിലനിൽക്കുന്നത്. അപ്പം ജാഗ്രതാപൂർവമായ, കെയർഫുള്ളായ, ചിന്തിച്ചുറപ്പിച്ച ഒരു സമീപനം ആവശ്യമുണ്ട്. ആ രീതിയിലേക്കൊന്നും ഇതൊരു ഇൻഫ്രാസ്ട്രക്ചറാണ്, ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. അത് എല്ലാവരുടെയും ഭൂമിയാണല്ലോ. ഗൾഫ് എന്ന് പറയുന്നത്, പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല, അത് മാനവരാശിയുടെയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കാരണം സൂയസ് കനാലോ അല്ലെങ്കിൽ പാനമ കനാലോ ഒക്കെ മനുഷ്യനിർമ്മിതമാണ്. അത് കടന്നു പോകുന്ന രാജ്യങ്ങൾ, ഈജിപ്റ്റ് ആകട്ടെ, പാനമയാകട്ടെ, ആ രാജ്യങ്ങൾക്ക് ദേശസാൽക്കരിക്കാം, ആ രാജ്യങ്ങൾക്ക് അതിന്മേൽ നിയന്ത്രണം ഏർപ്പെടുത്താം. പക്ഷെ പ്രകൃതിയുടെ വരദാനമായ ഗൾഫുകൾ, കടലിടുക്കുകൾ, ഇവിടെയൊന്നും പൂർണ്ണമായ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരു രാജ്യത്തിനും അവകാശം ഉണ്ടാവരുത്. അത് ഇറാനാകട്ടെ, അമേരിക്കയ്ക്കാകട്ടെ, ഒരു രാജ്യത്തിനും അങ്ങനെ ചെയ്യാനാവരുത്. പക്ഷേ യുദ്ധം വരുമ്പോൾ മറ്റു ചില കാര്യങ്ങളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതുപോലെയുള്ള സാഹസത്തിന് രാജ്യങ്ങൾ മുതിരും. അതിനവരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കുക, സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക. അതിപ്പോൾ ചെയ്യാനാവുന്നത് അമേരിക്കയ്ക്കാണ്. ഈ പുതിയ നാവിക ഉപരോധം ആരംഭിച്ച ശേഷം ഒരു ഇറാനിയൻ കപ്പൽ പോലും ഹോർമൂസ് കടന്നു പോയിട്ടില്ല എന്നായിരുന്നു US-ന്റെ അവകാശവാദം. എന്നാൽ അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത നാവിക ഉപരോധത്തെ വെല്ലുവിളിച്ച് 34-ലധികം ഇറാനിയൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചരക്ക് കപ്പൽ ഡാറ്റ ട്രാക്കിംഗ് ഏജൻസിയായ വോർടെക്സയെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഉപരോധം വൻ വിജയമാണ് എന്നും ഇതിനകം 28 കപ്പലുകളെ തടഞ്ഞ് തിരിച്ചയച്ചുവെന്നും അമേരിക്ക അവകാശപ്പെടുമ്പോഴാണ് പ്രമുഖ ഷിപ്പിംഗ് ഡാറ്റ ഏജൻസിയായ വോർടെക്സ് ഇതിന് വിരുദ്ധമായ കണക്കുകൾ പുറത്തുവിടുന്നത്. US നാവികസേനയുടെ കണ്ണ് വെട്ടിച്ച ഇറാൻ ബന്ധമുള്ള 34 ടാങ്കറുകൾ ഹോർമൂസ് കടലിടുക്ക് വഴി സുരക്ഷിതമായി കടന്നുപോയി എന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ ഉപരോധ തന്ത്രത്തിന്റെ പോരായ്മയിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? വോർടെക്സും ഫിനാൻഷ്യൽ ടൈംസും ഒക്കെ വരച്ചിടുന്ന ചിത്രം പൂർണ്ണമായി തെറ്റാകണമെന്നില്ല. ക്ലെയിംസ് ആൻഡ് കൗണ്ടർ ക്ലെയിംസ് ആണല്ലോ യുദ്ധസമയത്ത് നടക്കുന്നത്. അമേരിക്ക പറയുന്നു ഹോർമൂസ് പൂർണ്ണമായി തങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ഇറാനിയൻ കപ്പലുകൾക്ക് നേരെയുള്ള ഉപരോധം 100% ആണ്. ഇറാൻ തുറമുഖത്തു നിന്നും പുറപ്പെടുന്ന എണ്ണ കപ്പലുകൾ ഒന്നും തന്നെ പുറത്തേക്ക് പോവില്ല. പുറത്തുനിന്നും എണ്ണ വാങ്ങാനായി അല്ലെങ്കിൽ ചരക്കുമായി എത്തുന്ന കപ്പലുകൾ ഹോർമൂസിന് പുറത്തു വെച്ച് തന്നെ ഒരുപക്ഷെ ഒമാൻ ഉൾക്കടലിൽ വെച്ച് തങ്ങൾ തടയുന്നുണ്ട്. അത് ഒരെണ്ണം പോലും അകത്തേക്ക് പ്രവേശിക്കില്ല, പുറത്തേക്കും പോവില്ല ഇറാനുമായി ബന്ധമുള്ള കപ്പലുകൾ. പക്ഷെ ഇവിടെയാണ് അതിൻ്റെ ട്വിസ്റ്റ്. ഈ കണക്കുകൾ ഒരുപക്ഷെ ശരിയാക്കാം. 34 കപ്പലുകൾ ഹോർമൂസ് വിട്ട് പുറത്തു പോയി എന്ന് പറയുന്നത് പലതും ഷാഡോ ഫ്ലീറ്റാണ്, അല്ലെങ്കിൽ ഗോസ്റ്റ് ഷിപ്പുകൾ എന്ന് പറയാം. മുൻകാലങ്ങളിൽ ഉപരോധം നേരിട്ടതും എന്നാൽ തെറ്റായ അല്ലെങ്കിൽ കാമഫ്ലാഷ് ചെയ്യത്തക്ക, മിസ്ലീഡ് ചെയ്യപ്പെട്ട ഒരു പേര്, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പതാക, ആ രാജ്യവുമായി ഒരു ബന്ധവും ഉണ്ടാകണമെന്നില്ല. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, അതായത് അമേരിക്കൻ സേനയെ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ നിൽക്കുന്ന, ആക്രമിക്കാൻ നിൽക്കുന്ന വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കാനും വഴിതെറ്റിക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് ഇത് ഒരുപക്ഷെ UAE-യുടെ കപ്പലായി അല്ലെങ്കിൽ UAE-യിൽ നിന്നും വരുന്നതായി. ഇത് ഹോർമൂസ് വിട്ടുകഴിഞ്ഞാൽ അത് പുറംകടലാണ്, ഗൾഫ് ഓഫ് ഒമാനാണ്. ഗൾഫ് ഓഫ് ഒമാനിൽ നിന്നും അറബിക്കടലിലേക്കാണ് പ്രവേശിക്കുന്നത്. അവിടെ നിന്നും ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലേക്ക് വന്ന് കൂടുതൽ കപ്പലുകൾ സഞ്ചരിക്കുന്നത് ചൈനയിലേക്കാണെങ്കിൽ അത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തൂടെ കടലിലൂടെ പോയി മലാക്ക സ്ട്രെയിറ്റ്, അത് മലേഷ്യ, സിംഗപ്പൂർ ആ ഭാഗത്താണ്, മലാക്ക സ്ട്രെയിറ്റ് കടലിടുക്ക് കടന്ന് ചൈന ലക്ഷ്യമാക്കി പോകും. ആ ഭാഗത്ത് വെച്ചാണ്, ഇന്ത്യയുടെ തെക്ക് ഭാഗത്തും അതിനും കിഴക്ക് ഭാഗത്തും മലാക്ക സ്ട്രെയിറ്റിലേക്കുള്ള വഴിയിൽ വെച്ചാണ് 2 ഇറാനിയൻ ബന്ധമുള്ള കപ്പലുകളെ തടഞ്ഞതായി റിപ്പോർട്ടുള്ളത്. അത് പേർഷ്യൻ ഗൾഫിൽ വെച്ചല്ല എന്ന് ഓർക്കണം, ഹോർമൂസിൽ വെച്ചല്ല, ഒമാൻ ഉൾക്കടലിൽ വെച്ചല്ല, ഇന്ത്യൻ ഓഷ്യൻ്റെ പ്രദേശത്ത് വെച്ചാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യുദ്ധം വേറൊരു മേഖലയിലേക്കൂടി നീളുന്നു. ഉപരോധം കേവലം ഹോർമൂസ് കടൽ കടക്കുന്ന കപ്പലുകൾ മാത്രമല്ല, ഹോർമൂസ് കടന്ന് വളരെ ദൂരേക്ക് പോയതിനു ശേഷം ഒരു ഉൾവിളി എന്ന നിലയിൽ പിന്നീട് തിരിച്ചറിഞ്ഞ് പുറകെ ചെന്ന് ആക്രമിക്കുക അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഡേറ്റ, ഇപ്പോൾ കാണുന്ന ഇറാൻ്റെ കപ്പലുകൾ നിർബാധം സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയാവില്ല. നിയന്ത്രണങ്ങളുണ്ട്.
അമേരിക്കൻ സർവൈലൻസുണ്ട്. അമേരിക്കയുടെ ശക്തമായ നിരീക്ഷണങ്ങൾ വിട്ടുകൊണ്ട് ഒരുപക്ഷെ പൂർണ്ണമായ ഇറാനിയൻ പതാക വഹിച്ചുകൊണ്ട് ഇറാനിൽ നിന്നും കൃത്യമായ രേഖകളോടുകൂടി ഒരു കപ്പലിന് പുറത്തേക്ക് പോകാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. അതുകൊണ്ട് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ഗോസ്റ്റ് ഷിപ്പുകൾ ആണ്. അത് മറ്റേത് രാജ്യത്ത് ഒരുപക്ഷെ നടുക്കടലിൽ വെച്ച് എണ്ണ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടാവണം, അല്ലെങ്കിൽ മറ്റൊരു കപ്പലിലേക്ക് എണ്ണ പമ്പ് ചെയ്ത് മാറ്റിയതിനു ശേഷം യാത്ര തുടരും. അപ്പോൾ തുടക്കത്തിൽ എത്തുന്ന ചരക്കുകൾ, തുടക്കത്തിൽ വിടുന്ന ചരക്കുകൾ അന്ത്യസ്ഥാനത്ത് എത്തുന്നു, പക്ഷെ മറ്റൊരു വെസലിലേക്കാണ് അത് നീക്കുന്നത്. ഇതൊക്കെ അങ്ങനെ അധികം ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ശക്തമായ ഏറിയൽ ട്രാക്കിംഗ് സംവിധാനം ഉണ്ട്, അത് വെച്ച് കുറേയൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ ഇതൊക്കെ എന്ത് ഉപരോധമെന്ന് പറഞ്ഞാലും പൂർണ്ണമായ വിജയകരം ആകണമെങ്കിൽ ഏറെ പ്രയത്നം ആവശ്യമുണ്ട്. ഇതിനിടയിലൂടെ കുറേ കപ്പലുകൾ എങ്ങനെയെങ്കിലുമൊക്കെ പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഉപരോധം പൊളിക്കാനുള്ള മാർഗം ഇതൊന്നുമല്ല. ഉപരോധം പൊളിക്കാൻ നിർബന്ധപൂർവ്വം ഒരു കാര്യം ചെയ്യുക എന്നതല്ല. ചൈനയോ റഷ്യയോ വിചാരിച്ചാൽ, ഇനി ഇന്ത്യ വിചാരിച്ചാലും ധൈര്യപൂർവ്വം കടലിടുക്ക് കടന്നു വരുന്നു. ഇറാനിയൻ ഉപരോധവും അമേരിക്കൻ ഉപരോധവും ഒക്കെ വകവെക്കാതെ കടന്നു വരുന്നു. ഏതാനും കപ്പലുകൾ പിടിച്ചെടുത്തേക്കാം, ഇറാൻ പിടിച്ചെടുത്തേക്കാം, അമേരിക്ക ഒരു പക്ഷേ തടഞ്ഞേക്കാം. എങ്ങനെ പോയാലും ശരി, കുറേയൊക്കെ ഗതാഗതം സുഗമമായി കഴിഞ്ഞാൽ അവിടെ സുരക്ഷിതമാണ് എന്നൊരു ഫീലിംഗ് ആണ്. അത് ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു, ബന്ദ് വിജയിപ്പിക്കാൻ വേണ്ടി ബന്ദ് പ്രഖ്യാപിക്കുന്ന ചെറു കക്ഷികൾ ചെയ്യുന്നൊരു പണിയുണ്ട്, അല്ലെങ്കിൽ വലിയ കക്ഷികൾ ചെയ്യുന്നൊരു പണിയുണ്ട്. റോഡ് ബ്ലോക്കുകൾ സൃഷ്ടിക്കുക. അപ്പോൾ അവിടെ തട്ടി വാഹനങ്ങൾ നിൽക്കും, അല്ലെങ്കിൽ അള്ളു വിതറുക. അപ്പോൾ വാഹനങ്ങൾ കടന്നു പോകാനാവാതെ വരും. അത് കടന്നു പോകാൻ ശ്രമിക്കുന്ന വാഹനങ്ങളെ തടഞ്ഞു നിർത്തി ടയറിൻ്റെ കാറ്റൂരി വിടുക, അല്ലെങ്കിൽ അവരെ അസഭ്യം പറയുക. ഇതൊക്കെയാണ് ബന്ദ് വിജയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രാകൃതമായ മാർഗങ്ങൾ. സമാനമായ മാർഗങ്ങൾ തന്നെയാണ് ബ്ലോക്കേഡ്, അല്ലെങ്കിൽ ഉപരോധം, നാവിക ഉപരോധം വിജയിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഇത് ഒരു പരിധിവരെയൊക്കെ വിജയിക്കും, പക്ഷേ ആ കടലിടുക്കിലൂടെയുള്ള പൂർണ്ണമായ ഗതാഗതം അങ്ങനെ തടയാനും ആവില്ല. ഒരു കാര്യം കൂടി ഓർക്കണം, അമേരിക്കൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ നിർബാധം സഞ്ചരിക്കുന്നില്ല എന്നോർക്കണം. ഈ കപ്പലുകളെല്ലാം നങ്കൂരമിട്ടിരിക്കുന്നത് ഒമാൻ തീരത്തോടടുപ്പിച്ചാണ്, അല്ലെങ്കിൽ ഒരു സേഫ് റേഞ്ച് മാറിയാണ്. അതായത് ഒമാൻ ഉൾക്കടലിൽ നങ്കൂരമിടുന്നതും പേർഷ്യൻ ഗൾഫിലേക്ക് ഹോർമൂസ് വഴി പ്രവേശിക്കുന്നതും രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോഴും ഇറാൻ്റെ നിയന്ത്രണം ഹോർമൂസിൽ തുടരുന്നു. അതേസമയം ഇറാൻ്റെ കപ്പലുകൾക്ക് പുറത്തേക്ക് പോകാൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കാം എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.